നമസ്കാരം ഗൈസ്. സോ നമ്മുടെ 2025 കേരളയിൽ നടന്ന സംഭവത്തിന് പാർട്ട് 2 ആണത്. അതാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ചെയ്ത എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ. അതെ. സോ എന്ത് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ? ഫസ്റ്റ് എപ്പിസോഡ് കുഴപ്പമില്ലാന്ന് പോലെ എനിക്ക് തോന്നി. എൻ്റെ അഭിപ്രായം എന്താ? നന്നായിരുന്നു അല്ലേ? അതെ. ബിക്കോസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. അതെ. അതുകൊണ്ട് സോ പുതിയ എപ്പിസോഡ് ഇപ്പം എങ്ങനെ തുടങ്ങണ്ടേ? എവിടെ തുടങ്ങണ്ടേ? പുതിയ എപ്പിസോഡ് ഇപ്പം നമ്മളിപ്പം ചെയ്തപ്പോൾ നമ്മളെ ഇന്നലെ ചെയ്ത വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആയിട്ടല്ലേ? അതെ. സോ 2025 അടുത്ത് നടന്ന ഒരു ടോപ്പിക്, നമ്മൾ ഇന്നലെ 3 ടോപ്പിക് ഇന്നലെ നമ്മൾ കവർ ചെയ്തു. അതെ. ഗ്രീഷ്മയുടെ തൂക്കയറ്, സമാധി കേസ്, സൂപ്പർസ്റ്റിഷൻ, ടാക്സ്. പിന്നെ അവസാനം നമ്മൾ ആ ടോപ്പിക് നമ്മൾ ഇന്നലെ നിർത്തിയത് അന്ധവിശ്വാസം. അതെ. നമ്മളെ ഈ ചുറ്റാടുകളിൽ നടക്കുന്ന അന്ധവിശ്വാസം. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു. നമുക്ക് പുതിയതായിട്ട് തുടങ്ങേണ്ട വെച്ചാൽ നമുക്കിപ്പം വേറെ ഇല്ലൊരു ന്യൂസാണ്. നീ കേട്ടിട്ട് എനിക്കറിയില്ല. നമ്മളെ പാലക്കാട് നമ്മളെ ഏതോ ഒരു കുട്ടി പ്രിൻസിപ്പള കേട്ടിരുന്നില്ലേ? നീ പാലക്കാടല്ലേ? അല്ല ഒന്നുമില്ല, ചോദിച്ചാ. അപ്പൊ നിന്റെ അഭിപ്രായം എനിക്ക് അറിയണ്ട്. നീ പാലക്കാടായ നിന്റെ അഭിപ്രായം എനിക്ക് അറിയണ്ട്. ചെക്കൻ ചെയ്ത് തെറ്റാണ്. പഠിപ്പിക്കുന്ന മാഷ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സംഭവമാണ്. ഓക്കെ. ആ ദൈവത്തിനാണ് അവൻ ചീത്ത വിളിച്ചിരിക്കുന്നത്. കാരണം ചീത്ത വിളി മാത്രല്ല, അവൻ ഭീഷണിപ്പെടുത്താണില്ല. നീ പുറത്തിറങ്ങിയാൽ ഞാൻ എന്നെ കൊല്ലും, എനക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. ചെക്കൻ എത്ര 5ാം ക്ലാസ് 6ാം ക്ലാസ്സാണ്. മൊബൈൽ പിടിച്ച കേസ്. ഏത് മൊബൈൽ പിടിച്ച കേസ് അറിയില്ല. അത് എവിടെ സ്ഥലം എവിടെയാണ്? പാലക്കാട് എവിടെയാണത്? താരേക്കാട് എന്ന് പറയും. PMG സ്കൂൾ അടുത്ത മീൻസ് ലോക്കൽ ഏരിയ അതോ? അല്ല, ടൗൺ ഏരിയ. എൻ്റെ വീട്ടിൽ നിന്നൊരു 3 കിലോമീറ്റർ. ഓക്കെ. അപ്പോ നിന്റെ ഒരു അഭിപ്രായം എന്താ? ഇപ്പോഴത്തെ ആ ഒരു തലമുറ ആ ഒരു ഇതിൽ നിന്റെ ഒരു അഭിപ്രായം എന്താ? നാശത്തോട്ടാണ് പോണത്. നമ്മുടെ പഠിച്ച കാലത്ത് നമുക്ക് മൊബൈൽ ഫോണ് കിട്ടില്ല. നമ്മളൊന്നും പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ടീച്ചേഴ്സിന്റെ മുഖത്തോ ഒരു പറയാൻ തോന്നില്ല. നമുക്കൊരു പേടി തന്നെ ഇല്ലേ? ഇല്ലേ കാര്യത്തില് നമുക്കങ്ങനെ പ്രിൻസിപ്പളതും നമ്മുടെ ഭാവി തുറഞ്ഞു പോകുമോ ഇല്ലേ? ശരിക്കും ആ ഒരു പ്രിൻസിപ്പാളിന് ഒരു റെഡ് മാർക്ക് കിട്ടാൽ ഇവന്റെ ഇത് പോയില്ലേ? ഇവനെ ഇനി വേറെ നല്ല സ്കൂളിൽ കിട്ടൂലല്ലോ, ഒരു നല്ല എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ ആ റെഡ് മാർക്ക് അവന്റെ ജീവിതകാലം മൊത്തം ബാധിക്കും ഉണ്ടാവും. നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് അന്ന് മൊബൈൽ ഫോൺ ഇല്ല, കീപാഡ് ഫോൺ ആയിരുന്നു. പക്ഷെ ഇപ്പോ വന്നത് ഒരു 18, 19, 17 ആ ഒരു കാര്യമുള്ളത്. അതിനെക്കാട്ടും ലൈഫായിരുന്നല്ലോ. ഫസ്റ്റ് ഒരു എന്താ പറയുക ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ജിയോന്റെ ലൈഫ് 2013 പോപ്പുലർ ആയിരുന്നില്ല അന്ന്. പോപ്പുലർ എല്ലാവരും കയ്യിലും ഉണ്ടായില്ല. അതെ, ഉണ്ട് സംഭവം ഉണ്ടായി. എനിക്ക് ഓർമ്മ റിലയൻസ് ഒരു ലൂമിയ എന്നൊരു സാധനം, മൈക്രോസോഫ്റ്റ് നോക്കിയ ലൂമിയ നോക്കിയല്ല, ക്യാൻവാസ് മൈക്രോമാക്സിന്റെ ക്യാൻവാസ് ലൂമിയ നോക്കിയല്ലേ. പക്ഷെ ഇത് സോഫ്റ്റ്വെയർ മൈക്രോമാക്സിന്റെ. അതെ, ഇത് സോഫ്റ്റ്വെയർ മൈക്രോമാക്സിന്റെ. നമുക്കിപ്പോ ആൻഡ്രോയിഡ് എന്ന് പറയുന്നില്ലേ, അതേപോലെ. അപ്പോ ആ സമയത്ത് ഫോണൊന്നും ഇല്ല, കീപാഡ് ഫോണ്. പലപ്പോഴും അച്ഛനും അമ്മയും പാരന്റ്സ് മീറ്റിംഗ് വന്നാൽ നമ്മുടെ നോക്കുകയാണെങ്കിൽ അന്നായിരിക്കും നമുക്കൊന്ന് ഫോണൊന്ന് പിള്ളേർക്ക് ഷോ ഇറക്കാൻ കിട്ടുക. അതെ. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം എന്തെല്ലാം മീൻസ് ഈ റീൽസ് ഒരു സ്കൂളിൽ തന്നെ എല്ലാം മറ്റേ ഓരോ ഓണാഘോഷ പരിപാടി. നമുക്ക് കോളേജ് എത്തിയപ്പോൾ റീൽസ് ഒക്കെ ഒന്ന് പോപ്പുലർ ആയ സുലഭിതമായത് എല്ലാവരുടെയും. അതെ. +2 കാലത്ത് അവിടെ എത്തിയപ്പോഴാണ് ഒരു ഇതായത്. ഇപ്പോ നോക്കുകയാണെങ്കിലും ഏത് കുട്ടികളുടെയും മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാഗ്. ഇപ്പോൾ ഒരു സഡനായിട്ട് സ്കൂളിൽ പോയി ബാഗ് ചെക്ക് ചെയ്ത ഏതൊരു കുട്ടിന്റെ ബാഗിലും മൊബൈൽ ഫോൺ ഉണ്ടാവും. വലിയ സീനില്ല. കാരണം ഇപ്പൊ ടീച്ചേഴ്സ് അലോട് തന്നെ ഇവരെ ടീച്ചേഴ്സായിട്ട് റീൽ തന്നെ കാണില്ലേ? മറ്റേ രാപ്പകലിന്റെ സിനിമയിലെ പാട്ട് അമ്മ മനസ്സ് തങ്ക മനസ്സെന്ന് പറ്റി റീല്. അതെ, അത് മാത്രമല്ല ആ പയ്യൻ കാണിച്ചത് ഒരു മോശപ്പെട്ട തന്നെയാണ്. ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഗുരുക്കളുടെ ഒരു ഗുരു എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമമാണ്. നമുക്ക് അറിവ് പകർന്നു തരുന്ന ഒരു വ്യക്തിയാണ്. അതെ. സോ ദൈവത്തിന് സമമാണ്. ആ ദൈവത്തിനെയാണ് അവൻ ചീത്ത പറഞ്ഞിരിക്കുന്നത്. ഒരു ചീത്ത മാത്രല്ല, ഒരു കൊലപാതകം, ഒരു എന്താ പറയാ,
ഭീഷണി അങ്ങനെ ചെയ്യുന്നുണ്ട്. നീ പുറത്തിറങ്ങിയാല് നിന്നെ ഞാൻ കൊല്ലും, അങ്ങനത്തെ ഒരു ഇതിലൊക്കെ വരുന്നുണ്ട്. അതെ, പക്ഷെ അത് മാത്രമല്ല, അത് വീഡിയോ എടുത്തവനെ നമ്മൾ എന്ത് പറയണം? ആ ഒരു സന്ദർഭം വീഡിയോ എടുത്തവനെ നമ്മൾ എന്ത് പറയണം അല്ലേ? വീഡിയോ എടുത്തോണ്ട് ഇപ്പൊ ഇത് നമ്മൾ അറിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഇത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മള് മറ്റേ ഫോണിന്റെ അതിലെനക്കൊന്ന് മൈക്രോമാക്സ് ക്യാൻവാസ് അങ്ങനത്തെ ഒരു ഫോണാവുന്ന് നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഉണ്ടായത്. നോക്കിയ മുമ്പേ അതിന് ശേഷം തോന്നുന്നത് അല്ലേ? ക്യാൻവാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ ക്രിക്കറ്റ് സീരീസിനെല്ലാം മൈക്രോമാക്സ് ആയിരുന്നു സ്പോൺസർ. ഇന്ത്യ ലാവും പിന്നെ വന്ന് ഈ മൈക്രോമാക്സ് ആയിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് സ്പോൺസർ. ലൈക് മൈക്രോമാക്സ് T20 കപ്പ് സോണി 10 സ്പോർട്സില് അന്ന് വീട്ടില് ഡിഷ് ഉണ്ടായിരുന്നു. സോ അപ്പൊ ഇത് നോക്കായിരുന്നു. ഇപ്പൊ എല്ലാം മൊബൈലായില്ലേ. സോ ഹോട്ട്സ്റ്റാർ എല്ലാം OTT പ്ലാറ്റ്ഫോംസ് കൈയടക്കി. പണ്ടത്തെ ആ ഒരു വൈബൊന്നുമില്ല. ഇതിന് പറയാ നമ്മളെ ചെറുപ്പത്തിൽ എന്താണ് കാർഡ്സ് എല്ലാം വെച്ച് കളി ഓർമ്മയുണ്ടാവും. WWE റോ, അതിലെ ക്രിക്കറ്റിന്റെ ലൈറ്റിംഗ് പോയിന്റ് എല്ലാം വെച്ച് കളിക്കുന്നത്. ഇപ്പൊ എന്തെന്ന് പബ്ജി ഒരു വിർച്വൽ വേൾഡിലേക്ക് പോയി തുടങ്ങി. നമ്മളെത്തി. ഇപ്പൊ ഓരോ മറ്റേ മെറ്റ, പിന്നെ അതുപോലെ മറ്റേ ആപ്പിൾ ഒരു സംഭവം ഇറക്കിയല്ലോ, ഒരു VR ഹെഡ്സെറ്റ് പോലെ തന്നെ. ആപ്പിളിന്റെ ഹെഡ്സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് VR കാണാൻ പറ്റുന്നേ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു വർഷമായി തോന്നുന്നു, 1 വർഷമായി. അത് നല്ല നമ്മൾ ഇന്ത്യയിൽ ഞങ്ങൾക്കൊന്ന് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. പുറത്ത് GCC നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ആപ്പിൾ വിഷൻ പ്രോ അതാണ് എന്റെ പേര്. യുഎസിനെ പറ്റി എനക്ക് വലിയ ഇതില്ല. കാരണം നമുക്കിപ്പം ഇന്ത്യയിലാണെങ്കിൽ എനക്കൊന്നൊരു 2 lakhs എന്തെങ്കിലും ഉണ്ടാവും. പുറത്തുനിന്ന് നമ്മളിങ്ങനെ മേടിച്ചിട്ട് കൊണ്ടുവരണം. ഇന്ത്യയിലത്തെ അവസ്ഥ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മള് വിഷയം മാറി പോയി. പക്ഷെ പയ്യൻ കാണിച്ചത് തെറ്റന്നെയാണ്. കാരണം ചില ആള് പറയുന്നുണ്ട് ഇവൻ ലഹരിക്ക് അടിമയാന്ന്, ചില ആള് പറയുന്നുണ്ട് ഇവൻ മെന്റലി കുറച്ച് അൺസ്റ്റേബിൾ ആണെന്ന്. അല്ല പറയാമെങ്കില് നമുക്കിപ്പം പറഞ്ഞെങ്കില് ഇപ്പം ഈ ലഹരി എന്ന് പറയുന്നത് ഈസി ആക്സസിബിൾ ആണ് ഇപ്പം എല്ലാവർക്കും. കാരണം എന്നെ അറിയുന്നവരോട് ഞാൻ പറയലുണ്ട്, മീൻസ് ഈ ലഹരിക്കൊന്നും അങ്ങനെ അടിമ ആവാൻ പാടില്ല. കാരണം വെച്ചാൽ അത് നമ്മളെ ജീവിതം നശിപ്പിക്കുന്നു. അതിപ്പം ലഹരി എന്ന് പറയുമ്പോൾ എന്തായിക്കോട്ടെ, സിഗരറ്റ് ആയാലും വേറെ എന്തായാലും ശരി, നമ്മളെ ലൈഫ് കളിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം നമുക്ക് കുട്ടികൾക്കായാലും ഇത് വളരെ ഈസി ആക്സസിബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിന് ആ സാധനം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നീ പറഞ്ഞപ്പോൾ ഓർത്തത്, ഇപ്പോ ഒരു റീസെന്റ് ആയ ഒരു സ്റ്റഡി പുറത്തു വന്നിരുന്നു. ഒരു സിഗരറ്റ് വലിച്ചാൽ നമ്മുടെ ആയുസിന്റെ 20 മിനിറ്റ് ആണ് കുറയുന്നത്. ഞാൻ കണ്ടിരുന്നു ഒരു സ്റ്റോറി. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 5 ഒരു സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 1 മണിക്കൂറും 40 മിനിറ്റ് പോയി. അങ്ങനെ ഒന്ന് 30 ദിവസം ആലോചിച്ച 30 മണിക്കൂറോളം പോയി, 300 മിനിറ്റോളം പോയി. 6 3000 മിനിറ്റോളം അങ്ങനെ പോകുന്നുണ്ട്. 100 × 30 3000. പക്ഷെ എന്തായാലും നമ്മളെ ഈ ഒരു തലമുറയില്ലേ, നമ്മൾ ഈ ഒരു തലമുറേന്റെ ലൈഫ് സ്പാൻ കുറഞ്ഞു വരുന്നു. ഇപ്പൊ സിഗരറ്റ് നമ്മൾ ഈ ലഹരി വലിച്ചിട്ടെങ്കിലും പണ്ടത്തെ ആ ഒരു തലമുറയില്ലേ, നമ്മളെ ഗ്രാൻഡ് ഫാദേഴ്സ്, ആ ഒരു തലമുറ 90, 100 എല്ലാം 80 to 100 അടക്കാന്ന് അവരെ ഒരു ലൈഫ് സ്പാൻ. പക്ഷെ ഇപ്പോഴത്തെ ഒരു അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. നമ്മളെ ഒരു 55-60 അല്ലെങ്കിൽ അപ് ടു ഒരു 65 മാക്സിമം. അങ്ങനെ ഇപ്പൊ അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല. ലൈഫ് അത് തന്നെ പറയുന്നത് ഫുള്ള് ഒരുമാതിരി ഒരു എന്തോ ഒരു ഇതായല്ലേ. ഇപ്പോ ചിലപ്പോ ഞാൻ വീഡിയോ എടുത്തത് വൈറലാവാൻ വേണ്ടിയായിരിക്കാം.
അങ്ങനെ അല്ല, വീഡിയോ എടുത്ത് വൈറലാവാന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അതൊരു പ്രിൻസിപ്പള് അവരെടുത്തല്ലോ, ഒരു ബേർത്തിനൊരു മാഷ് എടുത്തതല്ലേ. അതെ. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പം വീഡിയോ എടുത്ത് വൈറലാവുന്നതിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് മറ്റേ എന്താ നമ്മളെ ഒരു പൊട്ടന്മാരെ പോലെ കളിക്കുന്ന ഒരു ടീംസ് ഉണ്ടല്ലോ, നമ്മളെ ഈ റിവ്യൂ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കോമാളിത്തരം കളിക്കുന്നത് അലിൻ ജോസ് പെരേര. അതന്നെ അങ്ങനത്തെ നമുക്ക് അങ്ങനത്തെ ഇവരെ ഈ മീഡിയക്കാർ ഇവരുടെ ബാക്കിൽ പോകേണ്ട ആവശ്യം എനിക്ക് അത് ഇതുവരെ മനസ്സിലായില്ല. മീഡിയക്കാര് വേണ്ട എന്താണ് ഹോട്ട് ന്യൂസ്. അവന്മാരെ പിടിക്കുകയാണെങ്കിൽ അവന്മാരെ വൈറൽ അവർ റീച്ച് കൂടും. അവർക്ക് എന്ത് ഹോട്ട് ന്യൂസ് ഇല്ല, ശരിക്കും ഒരു മണ്ടത്തരം അല്ലാണ്ട് വേറെ അവരെന്താ ചെയ്യുന്നത്. അതെ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആ തിയേറ്റർ തന്നെ നല്ലൊരു പേരിൽ തിയേറ്റർ ആയിരുന്നു അല്ലേ എറണാകുളത്ത്. ഇവര് വന്നേ പിന്നെ അതൊരു ഒരു സർക്കസിന്റെ സ്ഥലമായി. അതെ, സരിത സവിത സംഗീത എന്ന് കേട്ടാൽ തന്നെ ആ നമ്മളെ ആറാട്ടണ്ണന്റെ സ്ഥലല്ലേ, അങ്ങനെയായി അത് വൈറലാവാൻ വേണ്ടി ലൈക്ക് ഓരോരോ തോന്നിയ ദിവസം കാട്ടുക. ഇപ്പൊ മറ്റേ ആളല്ലേ സന്തോഷ് വർക്കി, അയാള് വലിയ പഠിച്ച ആളാന്നൊക്കെ പറയുന്നുണ്ട്. പഠിച്ചതിന്റെ മെച്യൂരിറ്റി ഒന്നും അത് കാണിക്കുന്നില്ല. മച്ചു എന്ന് വെച്ചാല് രാവിലെ വേറെ വീട്, രാത്രിയെ വേറെ വീട്. ഡാർക്ക് മോഡിലേക്ക് കിടന്നാൽ അണിയൂർ ഭയങ്കര ശശിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ ഞാൻ ഒരാളെ ഇങ്ങനെ കുറ്റിപ്പിടിച്ച് പറയുന്നല്ല. ചെങ്ങൈ അദ്ദേഹത്തെ വഷളാക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മൾ ഓരോരുത്തരും. അതെ, അതാണ് ഞാൻ പറയും, മീഡിയക്കാരാണ് ഇവര് വഷളാക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അന്നേരം അവോയ്ഡ് ചെയ്ത് പോവാ. ഇവർക്ക് ഇങ്ങനെ റീച്ച് കൊടുത്താകുമ്പോൾ ഇവരിങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യാനുള്ള പ്രേരണ കൂടുന്നു. അതെ, എനിക്ക് തോന്നുന്നു ബുദ്ധി ബുദ്ധി ഇല്ലായ്മയൊന്നും ഇല്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് ആ അലിൻ ജോസിന് അറിഞ്ഞുകൊണ്ട് മണ്ടത്തരം ചെയ്യുന്നില്ല, വൈറലാവാൻ വേണ്ടിട്ട് മണ്ടത്തരം ചെയ്യുന്ന ഒരു കളിയാ. വൈറലാവാൻ എന്തും കാണിക്കും. എനിക്ക് ഓർമ്മയില്ല, പണ്ട് റീൽസ് ട്രെൻഡ് മേക്ക് എ സീൻ എന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ലേ? എന്തും കാണിച്ചു വൈറലാവുക. മേക്ക് എ സീൻ കാണിച്ച ബസ് നിർത്തുക, എന്നിട്ട് ഒരു സിനിമ ഡയലോഗ്, ആകാശത്ത് പോണ റോക്കറ്റ് താഴെയിട്ട് പൊട്ടിച്ച് അത് കാണിച്ചിട്ട് ലൈക്ക് ട്രാഫിക് ആണെങ്കിൽ ട്രാഫിക് മീൻസ് ബസ് നിർത്തുക, ബസ് കയറാണ്ട് പോവുക. അങ്ങനെ അത് ഓരോ അത് തന്നെയാണ് ഉമ്മാർക്ക് പ്രചോദനമായിട്ടുണ്ടാവും. എനിക്ക് അറിയാമില്ല. അന്നേരം ഈ അലിൻ ജോസ് എന്ന് പറയുമ്പോ ഇപ്പം 21 വയസ്സത്രേ, നമ്മളൊരു പ്രായത്തിലാണ് ഇപ്പൊ അലിൻ ജോസ് ഇല്ലേ അല്ലേ? ഓ അങ്ങനെ പറഞ്ഞിട്ടില്ലത് 21 വയസ്സ്. അപ്പോ ഓൻ തന്നെ പറയുന്നുണ്ട് ഓന് മറ്റന്നാ കല്യാണമായി, ജർമ്മനി, ഇറ്റലി, ദുബായ് തന്നെ പറയുന്നു. നീ അവന്റെ ഒരു റീസെന്റ് ഇത് കണ്ടിരുന്നോ? ഒരു ഇന്റർവ്യൂ നമ്മുടെ മട്ടാഞ്ചേരി മാർട്ടിൻ താടി കളത്തി. അത് കൊറേ ആയല്ലോ, അതൊരു 5-6 മാസത്തിന് മേലെയല്ലേ. കണ്ടിരുന്നില്ലേ എന്തെല്ലോ പൊട്ടത്തരം പറയുന്നു. മഹാത്മാഗാന്ധി പൊട്ടത്തരം കളിച്ചിട്ട് വൈറലാവുന്ന ഇതിനെ പോലത്തെ വിളിക്കണ്ടേ? അത് നമ്മൾ ഓരോരുത്തരാണല്ലോ പ്രോത്സാഹിപ്പിക്കുന്നത്. അതെ, അതാണ് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ വിഷയം ഇതേപോലെ എന്താ ഇപ്പൊ എല്ലാരും ഇതേപോലെ പറഞ്ഞാൽ ആയത്. പക്ഷെ സന്തോഷ് വർക്കി അദ്ദേഹം എന്തോ പ്രൊഫസറാന്നോ എന്തോ ഫിലോസഫി പ്രൊഫസർ ആങ്കർ എഞ്ചിനീയർ ആറാട്ടണ്ണൻ, അങ്ങനെ എല്ലാ പോസ്റ്റിനും അടിയിൽ ഒരു വലിയ ഇതുണ്ടാവും. ഫ്രം പ്രൊഫസർ, ആങ്കർ, ഫിലോസഫർ, റൈറ്റർ, ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ ആറാട്ടണ്ണൻ. അതേപോലെ തന്നെ വേറൊരു കേസ് വെച്ചാൽ നമ്മളെ ബോബി ചെമ്മന്നൂർ അറിയാ, ഇതേ ഒരു ഇതിൽ കൂട്ടാൻ പറ്റുന്നത്. മീൻസ് അങ്ങനെ വെച്ചാൽ ഓക്കെ ആള് മെച്ചോടാ, പക്ഷെ ഡബിൾ മീനിങ് ഒരു സമയത്ത് അല്ലേ. ഇപ്പം പിന്നെ ഇല്ല, ആ കേസെല്ലാം കഴിഞ്ഞ പിന്നെ കുറഞ്ഞല്ലേ. അല്ലാണ്ട് മച്ചു ഭയങ്കര ഡബിൾ മീനിങ്ങിന്റെ ആശാനാണ്. നമ്മളിപ്പം ഒരു മുമ്പിൽ ഗേളാണ് അല്ലെ ഒരു സ്ത്രീ ആണെന്നില്ലേ, അങ്ങനല്ല. പക്ഷെ നമ്മള് പറയുമ്പോ നമുക്കൊരു റെസ്പെക്ട് കൊടുക്കണ്ടേ. മീൻസ് ജന്ത ഇത്ര വളഞ്ഞിട്ട് ഇത് ഞാൻ കേട്ടിട്ടെ, മീൻസ് അങ്ങനെ നമ്മളൊരു ഡബിൾ മീനിങ് അത്രക്ക് എക്സ്ട്രീം ആയിട്ട് പറയുമ്പോ നമ്മളൊന്ന് നോക്കണ്ടേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആൺ പെൺ വേദനയില്ല, ഒരു വയസ്സായ ആളുകൾ നിന്ന് മറ്റേ പഴംപൊരി വീഴണ്ടിരുന്ന
എന്നിട്ട് ഇതെന്നാ ചേട്ടനെ എന്റെ വണ്ടേ വളഞ്ഞിട്ടാ അതെ. പക്ഷെ ഇവര് കാരണം ഇപ്പോ പടം ഇറക്കാത്ത അവസ്ഥയെ മീൻസ് ഇറക്കാനേ ഒരു തൈ. ഇപ്പൊ ഓരോ പടം ഇറങ്ങുന്നതോറും ഓരോ കോമാളി ഇറങ്ങുവാണ്. ഇപ്പൊ ഇവന്മാരുടെ കൂടെ വേറെ ടീംസ് കിംബോയ് അണ്ണൻ എന്തൊക്കെയോ ഉണ്ട്. അതെ, മറ്റേ മാർക്കോണ്ണൻ ഇത് ഇവരെ യൂണിവേഴ്സ് ആണ് സംഭവം. അടുത്ത ഇനി എംപുരാൻ ഇറങ്ങാൻ പോലെ 2 മാസത്തില്. എംപുരാൻ ഇനി എംപുരാൻ ഇറങ്ങുമ്പോ ഇനി സ്റ്റീഫൻ നെടുമ്പള്ളി കുറെ എണ്ണം ഇറങ്ങും. ഖുറൈശി അബ്രഹാം എന്നൊക്കെ പറഞ്ഞിട്ട് ഖുറൈശി എണ്ണൻ പറഞ്ഞിങ്ങനെ ഇറങ്ങും ഓരോന്ന് ഇതേപോലെ. പിന്നെ ഇതേപോലെയാണ് ഉണ്ണിക്കണ്ണൻ മംഗളഡാമ. പക്ഷെ മച്ചു പിന്നെയും കുറച്ച് മെച്ചോടാ. മീൻസ് എന്താ പറയാ, വൈറലാകാൻ വേണ്ടിട്ട് എന്ത് കോമാളിത്തരം ചങ്ങ കാണിക്കൂല. മനസ്സിലായില്ലേ? ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് അതിനപ്പുറം ചങ്ങായി പോകില്ല. ഇപ്പൊ ചെന്നൈക്ക് വിജയനെ നടന്നു പോകുന്നത് എത്ര ആള് പൈസ കൊടുക്കാൻ നോക്കുന്നത്. ചങ്ങായി എന്താ പറഞ്ഞ, പൈസ വേണ്ട, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, അതിലേക്ക് എത്തണം, എനിക്ക് അത്രേ ഇല്ലു. അത് നമ്മളൊരു മൈൻഡ് സെറ്റ്, അങ്ങനത്തെ മൈൻഡ് സെറ്റ്. അല്ലാണ്ട് വൈറലാവാൻ വേണ്ടിട്ട് ഏത് മറ്റേ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഒപ്പം വെച്ച് കേസ് എടുത്ത് സത്യമേവ ചെയ്ത് സത്യദേവ അല്ലാണ്ട് അങ്ങനെ അല്ലേ? അതെ, അത് പിന്നെ ഈ പ്രത്യേകിച്ച് ആറാട്ടൻ രാത്രിയായാൽ തുടങ്ങും. അതെ, അലിൻ ജോഷ് വെർജിനല്ല, അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ട് കള്ളവടിക്ക് പോയിട്ടുണ്ട്. മീൻസ് അല്ലേ? ഈ ആറാട്ടം തന്നെ പറഞ്ഞല്ലേ? അതെ. പക്ഷെ ഓരോ സിനിമ ഇറക്കും തോറും ഓരോ കോമാളി പിറവി എടുക്കുകയാണ്. ഈ ആറാട്ട് സിനിമ എന്നിറക്കിയോ അന്ന് തുടങ്ങിയത് യൂണിവേഴ്സ്. അതെ അതെ, ആറാട്ടാണ്, അടിപൊളിയാണ്. ആറാട്ടൊക്കെയാണ് അത് മൊത്തം അന്ന് ഇൻസ്റ്റ റീൽ തുറന്ന ഇയാളെ ഇല്ലു. പിന്നെ അങ്ങോട്ട് അലിൻ ജോസ് കയറി വന്നു. പക്ഷെ പൊട്ടനാണോ ബുദ്ധി ഉണ്ടായിട്ട് ഇങ്ങനെ കാണിക്കുകയാണോ മാത്രം അവനെ അറിയൂ. അവൻ പറയുന്നുണ്ട് ഞാൻ ഇത് വൈറലാവാൻ ചെയ്യുന്നു, ഞാൻ ശരിക്ക് ബുദ്ധിമാനാണെന്നെല്ലാം പറയുന്നുണ്ട്. ആർക്കും അറിയാം. പക്ഷെ നമുക്കൊന്നും അങ്ങനെ ഒരാളെ നമുക്ക് എന്താ പറയാ കണ്ണടച്ച് നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. മീൻസ് എല്ലാരും ഓണൊരു സിനിമ ഫീൽഡിൽ തന്നെ വരുന്നോ അല്ലേ എന്നൊക്കെ അവൻ പറയുന്നു. അതെ. അപ്പോ അടുത്തെന്താ? ഇപ്പൊ നമ്മളെ അടുത്ത ടോപ്പിക് എന്താ? ഫുട്ബോളിലേക്ക് പോയാലോ? സ്പോർട്സിലേക്ക് വന്നാ സ്പോർട്സിന്റെ ആള് നീയല്ലേ? ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്നത് സ്പോർട്സിൽ 2025 ഇപ്പോ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് പുതിയായിട്ട് അനൗൺസ് ചെയ്തോ? അതെ, ജൂൺ ജൂലൈ. എങ്ങനെയാണ് അതിന്റെ? യൂറോപ്പിലേക്ക് ആദ്യമായിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ആദ്യമായിട്ടാണ്. അതായത് മുന്നിലേക്ക് ഏത് അതാത് കോണ്ടിനെന്റ്സിന്ന് അവർ ജയിക്കുന്നു. അവരുടെ നോക്കൗട്ട് ഒരു 6 കോണ്ടിനെന്റ്സിൽ നിന്ന് 6 ടീം, അങ്ങനെ അവരുടെ നോക്കൗട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 32 ടീമായിട്ട് ഒരു വേൾഡ് കപ്പ് നമുക്ക് നടത്താൻ സാധിക്കും. ഇങ്ങനെയാണ് ഫിഫ വേൾഡ് കപ്പ് നടത്തുന്നത്. അതുപോലെ ക്ലബ്ബുകൾക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ്. അതിൽ അത്യാവശ്യം യൂറോപ്പിൽ നിന്ന് ടീമുകളുണ്ട്, ഏഷ്യ നിന്നുണ്ട്, സൗത്ത് അമേരിക്ക നിന്നുണ്ട്, നോർത്ത് അമേരിക്ക നിന്നുണ്ട്. പിന്നെ മെസ്സി തിരിച്ചു വന്നല്ലോ ഇന്റർ മിയാമിന്റെ ഫ്രണ്ട്ലി. അതെ, അത് ഇന്റർ മിയാമിന്റെ മീൻസ് 2025 മെസ്സിന്റെ ആദ്യത്തെ വർഷം മീൻസ് 2025 ആദ്യത്തെ ഗോള് ആ കളിയിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. പിന്നെന്താ നെക്സ്റ്റ് പറഞ്ഞു വന്നപ്പോ ഓർത്തെ 2022 വേൾഡ് കപ്പ് 3 വർഷമായി. ഞാൻ അടുത്ത വേൾഡ് ഇന്നലെ കഴിഞ്ഞ മറ്റേ മെസ്സി കപ്പിലേക്ക് ഉമ്മ വെച്ചോർമ്മ കരഞ്ഞിട്ട് ഉമ്മ വെക്കുന്നത്. അതല്ല ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. കാര്യം പറയാല. ഡിസംബർ 18, 2022 എന്നെപ്പോലെ ഏതൊരു മെസ്സി ഫാൻ മറക്കാനാവാത്ത രാത്രി. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ 120 മിനിറ്റ് ആ എമി മാർട്ടിനസിന്റെ സേവ്. അതിപ്പോഴും നെഞ്ചത്തൊരിതാ. അതെങ്ങനെ ഉള്ളി പോയിരുന്നെങ്കിൽ കപ്പെടുത്തിക്കൊണ്ടൊരു ആക്ഷൻ ഇല്ലേ? അതെ. പക്ഷെ അത് കുറെ പേര് റിഗ്ഡാണ്, ഫിഫയ്ക്ക് പൈസ കൊടുത്തു. ഫിഫ എന്നാ റൊണാൾഡോക്ക് എത്ര പൈസ കൊടുത്തു ഫിഫ ഒന്ന് പുറത്തു പോവാൻ? പ്യൂർ അട്ടർനെസ്. ഇപ്പോൾ അടുത്ത വർഷം 26 അടുത്ത വേൾഡ് കപ്പായി.
സമയം മോനെ പോക്കെ 3 വർഷം ഒന്ന് ലൈക്ക് ഇതിപ്പോ ഇപ്പൊ തന്നെ ജനുവരി 25 ദിവസം കഴിഞ്ഞു, 27-28 ദിവസമാണ്. ഇന്നലെ ന്യൂ ഇയർ കഴിഞ്ഞ പോലല്ലേ. സോ ടൈം ഫ്ലൈസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട സിനിമകളൊക്കെ ഇപ്പോൾ പറക്കുന്തലേക്ക് 2004 ഇറങ്ങി, ഏകദേശം 21 വർഷമായി. പക്ഷെ ഇന്നെന്നും ആ VTV അല്ലെങ്കിൽ ഏഷ്യൻ മൂവീസിലിട്ടാലും ഇന്ന് കണ്ടു. കല്യാണരാമൻ 2002. അതെ 2002. പിന്നെ പറക്കുന്തളിക. ഇതെല്ലാം പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുക. ഇപ്പോൾ പണ്ടത്തെ സിനിമ ഇപ്പോഴത്തെ സിനിമ ആ വിഷയം മാറി, റിപ്പീറ്റ് ആ ഒരു എന്താ പറയാ ആ ഒരു തീമേ മാറി സംഭവം അല്ലേ. ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളുടെ കുഴപ്പമെന്ന് റിപ്പീറ്റ് വാല്യൂ ഇല്ല, ഒരു പ്രാവശ്യം കണ്ട്. പക്ഷെ ഇപ്പൊ ഈ കല്യാണരാമൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടാവുന്ന നമ്മൾ വരാൻ വേണ്ടി കാത്തുക്കല്ലേ. മറ്റേ സൂര്യ സ്കൂൾ ലീവ് എടുക്കും, പനിയെല്ലാം പറഞ്ഞ് CID മൂസ. ദിലീപിന് എത്ര പടങ്ങളുണ്ട്, പച്ചക്കുതിര. പിന്നെ മോഹൻലാലിന്റെ ആയിക്കോട്ടെ എത്ര ഉണ്ട്, മുകേഷിന്റെ. ഇപ്പോഴത്തെ നമുക്ക് ദിലീപിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാള് വെച്ചാൽ ബേസിൽ എനിക്ക് അതൊക്കെ ദിലീപിന്റെ ആയിരുന്നു ആയിക്കോട്ടെ 2004 മുതൽ ഒരു 10-12 വർഷം എല്ലാ വർഷവും ഒരു ഹിറ്റ് കൊടുത്ത ഏക നടനാണ്. റൺവേ, സ്പീഡ് ട്രാക്ക് ഒന്നും പൊട്ടാണ്ട് അതെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനല്ല, ഒരു കൊല്ലത്തില് ഒരു ഹിറ്റ് ഉണ്ടാവും അങ്ങനെ. പക്ഷെ ഇപ്പൊ മോഹൻലാൽ കടന്നു പോകുന്ന ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര. ഇനി ആ എമ്പുരാനല്ല അവരുടെ പ്രതീക്ഷ, അതും കൂടി ഇനി പോയിട്ടുണ്ടോ വേറെ പറയാനില്ല, നോക്കണ്ട. പോയി മാർക്കറ്റ് വാല്യൂ പോയി. പക്ഷെ മമ്മൂട്ടിന്റെ മാർക്കറ്റ് വാല്യൂ തുടങ്ങിയത് 70-ാം വയസ്സിലാണ് തുടങ്ങി. പക്ഷെ ഇതിനടക്ക് ഒരു ഡൊമിനിക് ഇറങ്ങിട്ട് പോയല്ല, പൊട്ടിയല്ല പടം. അത് ഞാൻ കണ്ടിട്ടില്ല, അത് പൊട്ടി പടം. പക്ഷെ ഭീഷ്മ എന്നറിയ അന്ന് മാറിയ തലവരെയാണ് മമ്മൂട്ടിക്ക്, ആ ഒരു മാസ്. അതെ. പക്ഷെ തിയേറ്ററിന് കാണണം. ഭീഷ്മന് മുമ്പിലേ ഉണ്ട് മറ്റേ ഗ്രേറ്റ് ഫാദറാ, അങ്ങനത്തെ മുമ്പേ ഉണ്ട്. അയാലും കുറച്ച് മാസി പോകുന്ന ഡയലോഗ്, മാസ് ഡയലോഗ് എല്ലാം ഇല്ലേ പടാ. ഇവരിങ്ങനെ മാസ് ഡയലോഗ്, BGM അങ്ങനത്തെ അല്ലേ പടാ. എബ്രാമിന്റെ സന്തതി. പക്ഷെ ഭീഷ്മ എന്ന് പറയുന്നത് സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്, ഒരു ഡയറക്ടർഷിപ്പ് മീൻസ് ഏതൊരു അമൽനീരത്തിന്റെ ഒരു സിഗ്നേച്ചറിന്റെ സ്ലോ മോഷൻ, അത് മമ്മൂട്ടിയെ കൊണ്ട് നല്ല. ആ പടത്തില് മറ്റേ ഒരു ക്യാമറ ടെക്നിക്ക്, മറ്റേ ഇങ്ങനെ അടിക്കുമ്പോഴൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സാധനം, അത് ഫസ്റ്റ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യാം മലയാളം ഇൻഡസ്ട്രിയിൽ. അതാ പറഞ്ഞത്. അമൽനീരത് പറഞ്ഞാൽ ലൈക്ക് ഹി ലൈക്സ് ടു ഡു തിങ്സ് യൂണിക്. അമൽനീരത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് സ്ലോ മോഷൻ. അമൽനീര് വരത്തൻ കണ്ടില്ലേ, വരത്തൻ ഫഹദ് ഫാസിലെ, അതിലും തന്നെ ഫഹദ് ഫാസിലെ അവസാനത്തെ ഫൈറ്റിന് എന്ത് രസമാണ്. ലൈക്ക് അതാണ് എക്സിക്യൂഷൻ, അതാണ് അത് തിയേറ്റർ കാണത്തോണ്ടാവും. ഞാൻ വരത്തൻ എനിക്ക് തിയേറ്ററിൽ അതാ അമൽനീരത് വേണം. ഫോണിൽ കാണുമ്പോൾ അത് കിട്ടിയിട്ടില്ല, തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ലൈക്ക് അത്രത്തോളം ആളുകൾ, ആ ആർപ്പ് കളി, പിന്നെ തിയേറ്ററിലെ സൗണ്ട്, പിന്നെ ഓരോ തിയേറ്ററിൽ ഓരോ 4K ഡോൾബി അങ്ങനത്തെ നോക്കുമ്പോൾ അത് തിയേറ്ററിൽ കാണാൻ നീ ശരിക്കും മിസ് ചെയ്യും. തിയേറ്ററിൽ കാണാണ്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു അന്ന് 2018. പക്ഷെ ഇപ്പത്തെ പടം നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഇല്ല, ഒരു പ്രാവശ്യം കണ്ടാൽ കണ്ടു. അപ്പോൾ പക്ഷേ നമുക്ക് അങ്ങനെ പറയാനും കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ പടങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ആ ഒരു പടത്തിൻ്റെ മാത്രമല്ല അതിൽ അഭിനയിച്ച് നമ്മളിപ്പം ഇപ്പം ദിലീപിൻ്റെ ഇപ്പം നമ്മൾ പറയാം CID മൂസ, അതിപ്പം ദിലീപ് എന്ന് പറയുന്നത് ദിലീപ് മാത്രമല്ല, ഇത് നമുക്ക് ദിലീപ് ഒന്നും അതിലൊന്നുമല്ല സത്യം പറയാലോ. അതില് ബാക്ക് റോൾ ചെയ്തവര് ഏത് ഈ സലീം കുമാർ, കൊച്ചിൻ ഖനീഫ, ഇന്ദ്രൻസ്, മറ്റേ എന്നാലും പേര് ഹരിശ്രേഷ്, ഇവരെല്ലാം ശരിക്കും ആ ഒരു പടത്തിനെ പടാക്കിയത്. ആ ഒരു സിനിമേനെ ഇപ്പം പറയാം, ഇപ്പം ഇവരില്ലാണ്ട് ഇപ്പൊ ഇതിന്റെ രണ്ടാം ഭാഗം നമുക്ക് മനസ്സിൽ വിചാരിക്കുന്നത് ചില സിനിമകൾ ഫസ്റ്റ് ഭാഗത്ത് നിർത്തണം, നമുക്ക് ആ പടത്തിന്റെ മാത്രം കളയാൻ പാടില്ല. കാരണം ആവൂല, കാരണം ഇങ്ങനത്തെ ഒരു ഈ ഒരു എന്താ പറയാ, ആ ഒരു എന്താ പറയാ എല്ലാരും ഇല്ല ഒരു എന്താ പറയാ സിംഗിൾ അതിന് കിട്ടൂല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പുലിവാൽ കല്യാണം. അത് സംഭവം ജയസൂര്യന്റെ പടമല്ല, അല്ല സലീം കുമാറിന് കൊച്ചിൻ ഡിഫിന്റെ പടമാണ്. ലൈക്ക് ഈ ഒരു എക്സിക്യൂഷൻ ആവട്ടെ, അവർ തമ്മിലെ സിങ്ക് ആവട്ടെ, വരം വൈകിട്ട് എന്താ കഴിച്ചത്, പരിപ്പും റിസ്ക് എടുക്കണ്ട ആ സീനൊക്കെ അവന്റെ മോനെ അത് പിന്നെയും കാണുമ്പോ നമുക്ക് പുതുമ തോന്നുന്നു. അതിന്റെ കല്യാണരാമൻ, അതെ അതിൽ ഒന്നിനൊന്ന് മെച്ച പടം. എനിക്കിപ്പോഴും തോന്നും കല്യാണരാമൻ ദിലീപ് ആയിരുന്നു സപ്പോർട്ടിങ് ആക്ടർ.
സലീം കുമാറിന്റെ ഏതാണല്ലേ ഇന്നസെന്റ് അവരൊക്കെയാണ് മെയിൻ ആക്ടേഴ്സ്. ഇന്നസെന്റിൽ ഓണാ. പക്ഷെ എന്താ പറയാ, ഇനിയിപ്പോ ലൈക്ക് ദിലീപിന് ആ കേസായ പിന്നെ നല്ല സിനിമകളൊന്നും ഇല്ല. കേസ് കഴിഞ്ഞ പിന്നെ മറ്റേന്നാണ് രാമലീല ഒന്ന് ഇറങ്ങി, നല്ല പടം രാമലീല. അത് കേസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ? കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങിയത് രാമലീല. കേസ് കഴിഞ്ഞിട്ട് ആദ്യം മറ്റേ ഇറങ്ങിയേ കേസു ഈ വീടിന്റെ. അത് കോമഡി ആക്കാൻ നോക്കി, പക്ഷെ വർക്കൗട്ട് ആയില്ല. അത് ഓവർ കോമഡി, ഒരു നന്ന ചളിയായി പോയി അത്. പക്ഷെ അതിന് ശേഷം ഒരു ഇത് പറഞ്ഞില്ല, അത് 2019 കോടതി സമക്ഷം ബാലൻ വക്കീൽ പറഞ്ഞിട്ട് അവനും മമതയും അജു വർഗീസൊക്കെ ആയിട്ട് കണ്ടില്ല. അത് എപ്പോഴും അടാറിൽ ഇറങ്ങിയില്ലേ, ആ ടൈമിൽ ഇറങ്ങിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അടാറിൽ പറഞ്ഞ് കയറുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തിയേറ്ററിൽ ഈ പടം ആയിരുന്നു. പക്ഷെ ആ കേസ് വന്നിടത്തോളം ദിലീപിന്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പൊ ഏതൊരു ഇന്നാളൊരു പടത്തിൽ അഭിനയിച്ചു പവി കെയർ ടേക്കർ, പണ്ടത്തെ ദിലീപ് കൊണ്ടുവരാൻ ശ്രമിച്ചാണ്. കോമഡിയാ ലൈക് ദിലീപ് മുമ്പത്തെ സിനിമയിലെ കാണിക്കുന്ന ഒരു കോമാളി തരൂലേ, ഈ പറക്കും തളികയില് കല്യാണം അത് അന്നേരം. ഇപ്പൊ ഒരു ഇതേ പോയി. ലൈക് ഇപ്പൊ ദിലീപിനെ കാണുമ്പോൾ ആൾക്കാർ ദിലീപിന്റെ ഫ്ലോ പോയി. പകുതിക്കുന്നവന്റെ ഒരു ബ്രേക്ക് ആയില്ലേ പെട്ടെന്നാ. ഒരു കണ്ടിന്യൂ ഫ്ലോ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എപ്പോ കണ്ടുകണ്ടാവരില്ലേ. അവൻ കൊറേ കാലം പടം ചെയ്യാണ്ടിരുന്നില്ലേ, അന്നേരം കല്യാണം കഴിച്ച് ആ കൊറേ കാലം. പക്ഷെ അന്നായിരുന്നു ലൈക്ക് അത് പോയത്. പക്ഷെ എനിക്ക് പിന്നെയും ലൈക്ക് റിപ്പീറ്റ് വാല്യൂ ഈ അടുത്തിറങ്ങിയ പടങ്ങളിൽ റിപ്പീറ്റ് വാല്യൂ പിന്നെയുള്ള അമർ അക്ബർ തോണിയാണ്. അതിന്റെ ഒരു രണ്ടാം ഭാഗത്തിന്റെ ടോക്ക് ഉണ്ടല്ലോ, മറ്റേ നാദർഷ എന്തോ ഒരു നോക്കാം ശ്രമിക്കാന്നെല്ലാം പറയുന്നത് കേട്ടി. ഞാൻ മുന്നേ പറഞ്ഞില്ല, ചില പടങ്ങൾ ഒറ്റ ഭാഗത്ത് നിർത്തുക, സെക്കൻഡ് ഭാഗം വരെ പോകുമ്പോഴാണ് ആ പടത്തിന്റെ ഒരു ഇത് പോകുന്നത്. പടത്തിന്റെ ഓക്കെ, പക്ഷെ അവരിക്കുന്നത് ഇപ്പം പൈസ കിട്ടിയാ പോലെ വേറൊന്ന് അല്ല. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ലൂസിഫർ, ലൈക്ക് ലൂസിഫർ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി. അല്ല ഫസ്റ്റ് പാട്ടിന്റെ ഒരു വൈബ് തോന്നിയില്ല, എനക്ക് തോന്നിട്ട് സത്യം പറയാ. എനക്കതൊരു അതിലെ ട്രെയിലറിനെ കേൾക്കുന്നു. ട്രെയിലർ ചില പടങ്ങളിൽ ട്രെയിലർ നല്ല സെറ്റ് ട്രെയിലർ ആയിരിക്കും, എന്നാൽ പടം മോശമായിരിക്കും. ചില പടത്തിന് ട്രെയിലർ സെറ്റായിട്ട് തോന്നിയില്ല. ഗ്രാഫിക്സ് ലൈക്ക് അധികം ഇല്ലെങ്കിൽ ലൈക്ക് ഒന്നും പറയാം, ലോജിക്ക് ഉണ്ടാവും. ലോജിക്കുള്ള ആരും ഈ പടത്തിന് കയറില്ല. ലോജിക്ക് പറഞ്ഞ് നോക്കുന്ന പടത്തിന് കയറേണ്ട ആവശ്യമില്ല. കാരണം ഈ പടം മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് പോയി ഇതേ ഇല്ലോ, ആകെ ഒരു കച്ചിത്തുരുമ്പ്. പക്ഷെ ഈ 25 കുറെ ഡയറക്ടേഴ്സ് മോഹൻലാൽ സൈൻ ചെയ്തിട്ടുണ്ട്. ജിത്തു മാധവൻ, രോമാഞ്ചം, വരുന്നുണ്ട്. ഒരു മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വരുന്നുണ്ട്. അത് ഫീൽ ഗുഡ് ആയിരുന്നു. ഫീൽ ഗുഡ് തന്നെ. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ജിത്തു മാധവൻ ആവേശവും രോമാഞ്ചവും, അദ്ദേഹം മോഹൻലാൽ പടം വരുന്നുണ്ട്, അമൽ നീരദിന് പടം വരുന്നുണ്ട്. ലൈക്ക് ഒരു ബിഗ് ലൈനപ്പൻ ഉണ്ട്. പക്ഷെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന എമ്പുരാനിലാണ്. എമ്പുരാൻ കത്തിക്കേറിയാൽ മോഹൻലാലിന്റെ ആ പഴയ ഒരു ഇത് വരും. ഇപ്പൊ ബാറോസിനെ കണ്ടില്ലേ? ബാറോസ് എന്തായാലും ഇതിന് മുമ്പ് ഇറങ്ങിയ നന്നായി. അത് ആ ഫ്ലോ ഇനിയിപ്പൊ ഇതുകൊണ്ട് ആ പൊട്ടിയതിന്റെ പേര് ഇതില് മാറ്റാൻ പറ്റും എമ്പുരാനില്. പൃഥ്വിരാജ് എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ് ഉണ്ട് പ്രതീക്ഷിക്കാം. 3 ഉണ്ട് പോലും ഇതിന്റെ. അത് പൃഥ്വിരാജ് തന്നെ പറഞ്ഞു. ഈ കഥ ഉണ്ട്. ഈ കഥ അവസാനിക്കുന്നത് ഒരു പകുതിയിൽ അവസാനിക്കുക. മീൻസ് കഥ അവസാനിക്കുമ്പം ബാക്കി ഉണ്ട് തന്നെ മനസ്സിലാവും. അത് ഓൻ തന്നെ പറഞ്ഞു, ബാക്കി ഉണ്ട് തന്നെ ഇത് മനസ്സിലാവും. അപ്പൊ എന്തായാലും 3 ഉണ്ട്. ഇതിന്റെ ഒരു ഇത് വെച്ചിട്ട് ബാക്കി 3ന്റെ കാര്യം നോക്കൂലു. ഒരു എന്താ പറയാ, എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ലൂസിഫർ ഫസ്റ്റ് ഭാഗത്ത് നിർത്തിയാൽ മതിയായിരുന്നു. കാരണം എല്ലാം കൊണ്ടും എനിക്ക് പടം ഭയങ്കര ഇഷ്ടമാണ് ലൂസിഫർ. അല്ല, ഫസ്റ്റ് ഭാഗത്തിൽ നിർത്താൻ കഴിയില്ല. നമ്മളെ ഫസ്റ്റ് ഭാഗത്തിൽ ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ആരാന്ന് നമുക്ക് അറിയില്ല. മീൻസ് സ്റ്റീഫൻ നെടുമ്പള്ളി ആരാന്ന് അറിയാം, പക്ഷെ അവസാനം ഈ ഖുറേഷി അബ്രഹാം എന്നിട്ടൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, അത് നമുക്ക് അറിയണ്ടേ. അവൻ്റെ ആ ഒരു കഥ, ഇവൻ എങ്ങനെ ഈ ഒരു സ്റ്റീഫൻ ഖുറേഷി അബ്രഹാം ആയതിലൊരു കഥ നമുക്ക് അറിയണം. അപ്പം എന്തായാലും 2ാം ഭാഗം എന്തായാലും ആവശ്യമാണ്. അത് കഥേൻ്റെ ബേസിസിൽ ഞാൻ പറയുന്നു. പക്ഷെ 3ാം ഭാഗത്തിലേക്കെല്ലാം കിടക്കേണ്ട ആവശ്യമുണ്ടോ? അത്രക്ക് വലിയ ഒരു കോണാണ്. ഓക്കെ, കഥ ഓൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്. ഓൻ ഇപ്പം ചെറുപ്പത്തിലേ നമുക്കത് കാണിച്ചു ഖുറേഷി സ്റ്റീഫൻ നെടുമ്പള്ളി.
അപ്പോൾ അതിന് ശേഷം അവൻ എന്താ ഇത്ര വലിയ മാഫിയ തലവനായിട്ട് എങ്ങനെ മാറി എന്ന് നമുക്ക് അറിയണമെങ്കിൽ ആ ഒരു കഥ നമുക്ക് അറിയണം. അതൊക്കെ പക്ഷെ ഈ 3-ാം ഭാഗത്തിലേക്കല്ല അവർ ഇപ്പോഴേ ഒരു പറയുന്നതെല്ലാം ഇതാ അല്ലേ. പക്ഷെ പ്രതീക്ഷിക്കാം, ഒരു നല്ല പ്രതീക്ഷ, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. അത് പിന്നെ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ നോക്കുകയാണെങ്കിൽ ഇത് എന്താ പറയാ, പൃഥ്വിരാജ് എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ് കാണിക്കും എന്ന് പ്രതീക്ഷ. അത് മാത്രമല്ല പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് എമ്പുരാനില്. മറ്റേ എനിക്ക് തോന്നുന്നു ക്ലീശ കഥയായിരിക്കും. അത് ഗാങ്സ്റ്റർ എങ്ങനെയാണ് വളർന്നു വരുന്നത്, അത് ക്ലീശ ആയിരിക്കും. നമ്മളെ ഇതേപോലെ തന്നെ ഇത് റോക്കി ബൈറ്റ്. അതെ അതെ, വേർതിരിച്ച് നിൽക്കുന്നത് മേക്കിങ്ങിലായിരിക്കും. ഞാൻ എന്റെ രീതിയിൽ വെച്ചാൽ ഇപ്പൊ എന്റെ ചെറുപ്പ് ഭാഗത്ത് കാണിക്കൂലേ, ഇവൻ ഇങ്ങനെ നാടുവിട്ട് പോയി, അപ്പൊ ഇവനെ കുറെ ആള് അടിച്ച് ഇങ്ങനെ ദ്രോഹിച്ച് ആ ഒരു പയ്യല് ഇങ്ങനെ അങ്ങനത്തെ എപ്പം കാണുന്ന നമ്മുടെ ഒരു എന്താ പറയാ ഒരു ക്ലീശ സാധനമില്ലേ ഈ ഗുണ്ടയാവുന്നേ, അതേ സാധനം നടക്കുവാണ്. വേറെ വ്യത്യാസം കാണുന്ന മേക്കിങ്ങിലായിരിക്കും. മേക്കിങ്ങിലൊക്കെ ഡയറക്ഷൻ മേക്കിങ്ങിലെല്ലാം. കാരണം പൃഥ്വിരാജും പ്രശാന്ത് നീലിനൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അതെ. സോ അവിടെ നിന്ന് എന്തെങ്കിലും ലൈക്ക് അവിടെ നിന്ന് പഠിച്ചൊരു വിദ്യ, ട്രേഡ് മാർക്ക് ഈ പടത്തിലുണ്ടാവും പ്രതീക്ഷിക്കാം. ലോജിക് എന്ന് പറഞ്ഞ സംഭവം പടത്തിൽ ഉണ്ടാവൂല. അത് ട്രെയിലറിലെ മനസ്സിലായി, ടീസറിലെ ഉണ്ട്. ലോജിക്ക് ഇപ്പം ടീസറിൽ ഇറങ്ങിയ നമുക്ക് നോക്കാം, ട്രെയിലറും നോക്കാം. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പം ഒരു ടീസർ കണ്ടിട്ട് മാത്രം നമുക്ക് വിലയിരുത്തണ്ട പറ്റില്ല. ട്രെയിലർ കേട്ട് എപ്പാണ് ഇത് ഇറങ്ങുന്നത്. പക്ഷെ ട്രെയിലർ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ബീസ്റ്റ് ഒക്കെ ട്രെയിലർ എങ്ങനെയായിരുന്നു, അതാണ്. പക്ഷെ പടം ഇറങ്ങിയപ്പോഴാണ് ആ ചതി മനസ്സിലായി നമ്മള്. അത് ശരിയാണ്. അപ്പോ നമ്മളെ ഇന്നത്തെ ഈ ഒരു സംസാരം എങ്ങനെയുണ്ട് അൽത്തഫേ പറ. പുതിയ ദിവസം പുതിയ കാര്യങ്ങൾ അല്ലേ. അതെ. അപ്പൊ നമ്മളിപ്പോ ഒരു അരമണിക്കൂർ മേല നമ്മള് സംസാരിച്ച് കുറെ കാര്യങ്ങളിലേക്ക് നമ്മൾ കയറി. അപ്പൊ നമ്മൾ ഈ 2025 ടോപ്പിക് നമ്മൾ നിർത്തുകയാണ്. നാളെ പുതിയ ടോപ്പിക് പാർട്ട് 2 ഈ 2000 നമ്മൾ ആദ്യ ടോപ്പിക് നമ്മൾ നിർത്തുകയാണ്. നാളെ മുതൽ വേറെ വിഷയം, പുതിയ ടോപ്പിക് അത്ര തന്നെ. അപ്പോ അങ്ങനെ നിർത്തല്ലേ. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് വേറൊരു ദിവസം വേറൊരു വിഷയമായിട്ട് ഇതേപോലെ വരാം. പുതിയ ദിവസം പുതിയ അറിവുകൾ. അത്രയും.